أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويقولون أئنا لتاركو آلهتنا لشاعر مجنون بل جاء بالحق وصدق المرسلين. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സിദൈസ് ചർച്ചക്കെടുത്ത വിഷയം ആധുനിക മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിനെ ലോകവ്യാപകമാക്കാൻ വേണ്ടി അയച്ചതായ മുർസലുകളെ, മഹാത്മാക്കളെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ, ഇങ്ങനെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടോപ്പിലിരിക്കുന്നതായ മഹാത്മാക്കളെയെല്ലാം അവർക്ക് അവരുടെ സ്റ്റാൻഡേർഡിനോട് യോജിക്കാത്ത രൂപത്തിലുള്ളതായ പരിഹാസങ്ങളും അവരെ തരം താഴ്ത്തലും അവരെ തള്ളിപ്പറയലും അവരെ പരിഹസിക്കലും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായതുപോലെ ഇമാം ഉണർത്തുകയുണ്ടായി. പണ്ട് തന്നെ നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മക്ക കാഫിരീങ്ങൾ അവരുടെ അഭിമാനത്തിൽ, അവരുടെ വിശ്വാസത്തിൽ, അവരുടെ ആദർശത്തിൽ, അവർ കൊണ്ടുവന്നതായ മതത്തിൽ, അവരുടെ ബുദ്ധിയിൽ എല്ലാം അവരെ പരിശോധിക്കപ്പെടുകയുണ്ടായി. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പറയുകയുണ്ടായി. താൻ പറയുന്നത് വയഖൂലൂന അഇന്നാ ലതാരികു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ബിംബങ്ങളെ ഞങ്ങൾ ഒരു ഭ്രാന്തന് വേണ്ടി ഉപേക്ഷിക്കുകയാണോ, ആ ഭ്രാന്തൻ പറഞ്ഞ കാരണത്താൽ ഉപേക്ഷിക്കുകയാണോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഭ്രാന്തൻ എന്നിവരേക്കും മക്കക്കാര് വിളിക്കുകയുണ്ടായി. അതുപോലെയുള്ളതായ ധാരാളം പരിഹാസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വരികയുണ്ടായി. അവരെ ശകാരിക്കുകയും അവരെ ചീത്ത പറയുകയും അവരെ അവഗണിക്കുകയും അവർക്ക് സ്വയം തന്നെ അള്ളാഹു ഖുർആനിൽ തന്നെ അവരോട് പറയും പോലെ നിങ്ങൾക്ക് ഹൃദയത്തിൽ ധാരാളം പ്രയാസമുണ്ടാകുന്നുണ്ട് എന്നത് നാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു പറയുകയും മാ യുഖാലു ലക ഇല്ലാ മാ ഖദ് ഖീല ലിർറുസുലി മിൻ ഖബ്ലിക, നിങ്ങളോട് എന്തെല്ലാം അവർ പറയുന്നുവോ അങ്ങനെയുള്ള പറച്ചല് എല്ലാം പണ്ടുള്ളതായ നബിമാരോടെല്ലാം പറയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു സമാധാനിപ്പിക്കുകയുണ്ടായി. അത്രയും സമാധാനിപ്പിക്കാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പ്രയാസം നേരിടേണ്ടി വന്നിരുന്നു എന്ന് നമുക്ക് ഖുർആൻ തെളിയിക്കുന്നതായ ഭാഗമാണ്. റസൂൽ സ്വയം പറഞ്ഞതോ സഹാബാക്കൾ പറഞ്ഞതോ അല്ല, മറിച്ച് ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. പല സന്ദർഭങ്ങളിലായിട്ട്, പല സ്ഥലങ്ങളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കള്ളനിയെന്നും കളവ് പറയുന്ന വ്യക്തിയെന്നും അതുപോലെ തന്നെ കാഹിനിയെന്നും കണക്കപ്പിള്ളയെന്നും അപ്രകാരം തന്നെ ഭ്രാന്തനെന്നും ഷായർ എന്നും എല്ലാ രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ശകാരിച്ചതും ചീത്ത പറഞ്ഞതും ആക്ഷേപിച്ചതും നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ പറയുകയുണ്ടായ റസൂലിനോട് വലഖദ് ഇസ്തുഹ്സിയ ബിറുസുലിൻ മിൻ ഖബ്ലിക ഫഹാഖ ബില്ലദീന സഖിറൂ മിൻഹും മാ കാനൂ യസ്തഹ്സിഊൻ, നിങ്ങൾക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ടതായ നബിമാരെയെല്ലാം പരിഹസിക്കപ്പെട്ടിരുന്നു മുഹമ്മദ് നബിയെ. അവർക്കെല്ലാം പരിഹാസം നേരിടേണ്ടി വന്നിരുന്നു, അവരെയെല്ലാം ആക്ഷേപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നിട്ട് തക്കതായ പ്രതികാരം ദുനിയാവിൽ നിന്നിട്ട് തന്നെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു, അവര് പരിഹസിച്ചതിന് പകരം. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതായ ഈ ഉമ്മത്ത് മുഹമ്മദ്, അത് ഉമ്മത്തു ദഅവത്തും ഉമ്മത്തു റിസാലത്തും ആവട്ടെ, ഉമ്മത്തുൽ ഇജാബത്ത് ആവട്ടെ, എല്ലാ നിലക്കുള്ള അംഗീകരിച്ചവരും അംഗീകരിക്കാത്തവരുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന ഫലമായിട്ട് അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഈ ഭൂമിയിൽ വെച്ചിട്ട് അവരെ, പണ്ടുള്ളവരെ നാമാവശേഷപ്പെടുത്തിയതുപോലെ ഈ ഉമ്മത്ത് മുഹമ്മദിനെ നാമാവശേഷപ്പെടുത്താത്തതാണ്. അഥവാ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാക്കാക്കാത്തതാണ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കാത്തതാണ്. അത് അവരെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഹസിച്ചവരായ വിഭാഗത്തെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവരുടെ ദഅവത്ത് എത്തിക്കപ്പെട്ട ഉമ്മത്താണ്. ഉമ്മത്തു ദഅവ, ഉമ്മത്തു റിസാല. അതേ സമയത്ത് ഉമ്മത്തുൽ ഇജാബ, ഇസ്തിജാബ എന്നൊക്കെ പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ക്ഷണത്തെ സ്വീകരിച്ച, അവരുടെ ദഅവത്തിനെ സ്വീകരിച്ച ഉമ്മത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്.
വിശ്വസിച്ചവരാവട്ടെ വിശ്വസിക്കാത്തവരാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ അല്ലാഹുവിന്റെ റസൂലിനെ പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കാത്തതാണ്. എന്നല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വന്നതായ ആക്ഷേപമോ ശകാരമോ ചീത്തയോ അഭിമാനത്തിനെതിരിൽ വരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഭിമാനത്തെക്കുറിച്ച് വരേക്കും ചോദ്യം ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ വിട്ടുകടന്നതായിട്ട് നമുക്കറിയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹുവിനെ വ്യഭിചാരിണിയാണ് എന്നിവരേക്കും ആക്ഷേപിച്ചതായ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ രൂപത്തിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നേരിടേണ്ടി വന്നതും ആ നേരിടേണ്ടി വന്നതായ സന്ദർഭത്തിൽ മുമ്പുള്ളതായ നബിമാർക്ക് നേരിടേണ്ടി വന്നതായ സംഭവ വികാസങ്ങളെ ഖുർആനിലൂടെ അള്ളാഹു ഇറക്കിയും കൊണ്ട് അയച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാധാനിപ്പിക്കുകയും ചെയ്തതായ ഭാഗങ്ങളിലേക്ക് ഇന്ന് മക്ക ഇമാമ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അവർക്ക് ശേഷം വന്നവരായ നബിയുടെ സമകാലന്മാരായിരുന്ന നബിയുടെ സഹാബാക്കന്മാരായിരുന്ന നബിയോട് കൂടി ജീവിച്ചവർ അള്ളാഹു നബി കൊണ്ടുവരുന്നതായ ഈ മതത്തെ, ഈ ആദർശത്തെ, ഈ വിശ്വാസത്തെ, ഈ ഖുർആനിനെ, ഈ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച വിഭാഗമാകുന്ന സഹാബാക്കളും ഇങ്ങനെയുള്ളതായ പരിഹാസം നേരിടുന്ന കാര്യത്തിൽ പിന്നിലല്ല. അവരെയും പരിഹസിക്കപ്പെടുകയും അവരെയും പ്രയാസപ്പെടുത്തപ്പെടുകയും അവരെയും നാട് കടത്തപ്പെടുകയും അവർക്ക് പല പല പ്രയാസങ്ങൾ അവർ ഈ മതം ഉൾക്കൊണ്ടതുകൊണ്ടും ഈ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി വനക്കെട്ടതുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേക്കിൽ അണിനിരന്നതുകൊണ്ടും നേരിടേണ്ടി വന്നിരുന്നതായ സംഭവം നമുക്കറിയാം. അവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സൂറത്ത് തൗബയിൽ 100-ാമത്തെ ആയത്തിലൂടെ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു عنهم ورضوا عنه وعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാകുന്ന ആ സഹാബാക്കളാകുന്ന മുമ്പന്മാർ, അവരുടെ ബേക്കിൽ അണിനിരന്നവർ, അവരുടെ ബേക്കിൽ സത്യത്തിൽ അണിനിരന്നവർ, സന്മാർഗത്തിൽ അണിനിരന്നവർ ആരുണ്ടോ അവരെല്ലാവരും സ്വർഗവാസികളാണ് എന്ന് വിശുദ്ധ ഫുർഖാനുൽ അളീമിലൂടെ സന്തോഷവാർത്ത നൽകപ്പെട്ട വിഭാഗമായിട്ട് പോലും അവർക്ക് ഇവിടെ വെച്ചിട്ട് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു, ധാരാളം ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ പറയപ്പെട്ടവർക്കെല്ലാം ഇന്ന് വരേക്കും ആക്ഷേപങ്ങൾ നേരിടേണ്ടി വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇന്ന് വരേക്കും ജീവിക്കുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കളായ വിഭാഗത്തിന്റെ നാവിൽ നിന്നിട്ട് അവർ മുക്തരല്ല. അഥവാ നബിമാരാവട്ടെ സഹാബാക്കളാവട്ടെ മുമ്പന്മാരാവട്ടെ അവരാരും തന്നെ മുക്തരല്ല. അവരെല്ലാം ഇന്ന് ജീവിക്കുന്നതായ വിഭാഗം വരെ ഇനി ഖിയാമത്ത് നാളെ വരെ അങ്ങനെ സംഭവിച്ചു കൊണ്ടേ ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ആ മഹാത്മാക്കളെ ആക്ഷേപിക്കുന്നവരും ശകാരിക്കുന്നവരും തരം താഴ്ത്തുന്നവരും ചീത്ത പറയുന്നവരും അവരുടെ ആ സ്റ്റാൻഡേർഡിൽ നിന്നിട്ട് അവർക്ക് അള്ളാഹു നൽകിയതായ ബഹുമതിയിൽ നിന്നിട്ട് ഒരിക്കലും അത് കുറയുന്നില്ല, അവർക്കത് കൂടുകയാണ് ചെയ്യുന്നത് എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മഹാത്മാക്കളെയും സാലിഹ്യങ്ങളെയും പണ്ഡിതന്മാരെയും അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവരെയും തൗഹീദ് സ്ഥാപിക്കാൻ, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിന് മാത്രമായിരിക്കണം ആരാധനയുടെ സർവ്വ ഇനങ്ങൾ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഏത് കാലഘട്ടത്തിൽ ലോകത്തിൽ സത്യവിശ്വാസികൾ, പ്രത്യേകിച്ച് സത്യവിശ്വാസികൾ എന്നിട്ടുള്ള പണ്ഡിതന്മാർ, പ്രബോധകന്മാർ രംഗപ്രവേശനം നടത്തിയിരുന്നുവോ ആ കാലഘട്ടത്തിലെല്ലാം അവരെ പരിശോധിക്കപ്പെട്ടിരുന്നു. അവരിൽ നിന്നിട്ട് ജയിൽ പുള്ളികളായവരുണ്ട്, അവരിൽ നിന്നിട്ട് കൊല്ലപ്പെട്ടവരുണ്ട്, അവരിൽ നിന്നിട്ട് പല പല പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നവരുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിലൂടെ അവരെ ഇടയ്ക്കിടയ്ക്ക് സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലും അതേസമയത്ത് അവരുടെ ഗ്രേഡ് അള്ളാഹുവിന്റെ അടുക്കൽ വർദ്ധിക്കുവാനും അള്ളാഹുവിന്റെ അടുക്കൽ കൂടുവാനും അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാരായി മാറി എന്നതിലേക്കുള്ള തെളിവായിട്ട് ലോകം മനസ്സിലാക്കുവാനും വേണ്ടിയാണ് അതൊക്കെ സംഭവിച്ചത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തൊട്ട് ആരും മുക്തരല്ല. ദീനിനു വേണ്ടി ആര് എപ്പോൾ പ്രവർത്തിക്കുന്നുവോ എന്നത് നാം മനസ്സിലാക്കണം. മഹാത്മാക്കളായ നബിമാര് മുക്തരല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസത്തിൽ നിന്നിട്ട് അവർക്ക് ശേഷം വന്നതായ മുമ്പന്മാരായ സഹാബാക്കളും താബിഈങ്ങളും താബിഈകളും മുക്തരല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് നമ്മെ പോലത്തവരെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. അദ്ദേഹത്തിന് ജയിലിൽ എറിയപ്പെട്ടു. അദ്ദേഹം 1, 2 അതിൽ കൂടുതലോ വർഷങ്ങൾ ജയിൽ പുള്ളിയായി ജീവിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ വീട്ടുതടങ്കിൽ ജീവിക്കേണ്ടി വന്നു. സത്യത്തിന് സത്യം പോലെ പ്രഖ്യാപിച്ചത് കാരണത്താൽ പരാക്രമികളായ നേതാക്കളിലൂടെ. അതുപോലെ തന്നെ അവർക്ക് ശേഷം ധാരാളം നമ്മുടെ നേതാക്കളെ പരിശോധിച്ച് നോക്കിയാൽ കാണാം. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ കുറിച്ച് ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഞാൻ ഇറാഖിനോട് വിടവാങ്ങിയപ്പോൾ അഥവാ ഈജിപ്തിലേക്ക് പോയ സന്ദർഭത്തിൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെയുള്ളതായ
തഖിയായ മുത്തഖിയായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമാനും ഏറ്റവും കൂടുതൽ വിജ്ഞാനമുള്ളവരുമായ ഒരു വ്യക്തിയെ ഇറാഖിൽ ഞാൻ ഉപേക്ഷിച്ചിട്ടേ ഇല്ല എന്ന് വിശേഷിപ്പിച്ചതായ മഹാവ്യക്തിത്വമായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിം ജമീഅൻ. ആ മഹാന് വരേക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. അതുപോലെ ആരെല്ലാം ഏത് കാലഘട്ടത്തിൽ സത്യത്തിന് വേണ്ടി പോരാടിയവരുണ്ടോ അവർക്കെല്ലാം അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടേ ഇരിക്കും. അത് യഥാർത്ഥത്തിൽ പറയുന്ന കാര്യം സത്യമാണ് എന്നതിലേക്ക് തന്നെ തെളിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മഹാനായ ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹി അലൈഹിയും ആയിരത്തിൽപ്പെടും. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായ ഇസ്ലാമിന്റെ ശത്രുക്കളായ എല്ലാ ഇനത്തിൽപ്പെട്ടതായ ശത്രുക്കൾ അത് വിശ്വാസപരമായ ആദർശപരമായ കാര്യത്തിൽ കൈകടത്തി അത്തരം കാര്യങ്ങളെ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അവരിലുള്ളതായ പാളിച്ചകളിൽ നിന്നിട്ട് അവരിലുള്ളതായ വ്യതിയാനങ്ങളിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ വേണ്ടി പാടുപെട്ടതായ സന്ദർഭത്തിൽ അവർക്കും അഥവാ മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിക്കും സംഭവിച്ചത് അത് തന്നെയാണ്. മുമ്പന്മാർക്ക് സംഭവിച്ചതുപോലെ അവർക്കും ജയിലിൽ പോകേണ്ടി വന്നു. അവർക്കും പ്രയാസപ്പെടേണ്ടി വന്നു. അവരെ പോരാടുക വരെ ചെയ്തിട്ടുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കളായ വിഭാഗത്തോട്. ആ കാലഘട്ടത്തിൽ ഷിയാക്കളും റാഫിദികളും അതിന്റെ എല്ലാ ഇനങ്ങളും വ്യാപകമായ അനിസ്ലാമിക സൂഫിസത്തിന്റെ ഉടമകളും അനിസ്ലാമിക തരീഖത്തിന്റെ ഉടമകളും വ്യാപകമായ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം. അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്നവരും അള്ളാഹു അല്ലാത്തവർക്ക് അറക്കുന്നവരും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ടതായ ആരാധനകളുടെ ഇനങ്ങളെ ഷെട്ടികൾക്ക് നൽകുന്ന വിഭാഗം കൂടുതലായി വ്യാപകമായ കാലഘട്ടമായിരുന്നു ശൈഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം അൽ ഹറാനി റഹ്മത്തുള്ളാഹിയുടെ കാലഘട്ടം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല വിഭാഗത്തോട് പല രൂപത്തിൽ പോരാടേണ്ടി വന്നിരുന്നു. പല രൂപത്തിൽ അദ്ദേഹത്തിന് എതിർക്കേണ്ടി വന്നിരുന്നു. അദ്ദേഹത്തിന് ആക്ഷേപം കൊള്ളേണ്ടി വന്നിരുന്നു. ശകാരം കൊള്ളേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ മറ്റു മുമ്പുള്ളതായ മഹാത്മാക്കൾക്ക് നേരിടേണ്ടി വന്നതുപോലെയുള്ളതായ ധാരാളം പ്രയാസങ്ങൾ അനുഭവിച്ച നേരിട്ടതായ ഒരു നേതൃത്വമായിരുന്നു അദ്ദേഹം. അപ്രകാരം തന്നെ ഓരോ കാലഘട്ടത്തിലും ഈ പറഞ്ഞതായ ഈ തത്വം അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ രൂപം ക്ലിയറായ ശരിയായ സലഫു സാലിഹീങ്ങളുടെ ആദർശം ആര് എവിടെ എപ്പോൾ പറഞ്ഞുവോ അവർക്കെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഈ നാടാകുന്ന സൗദി അറേബ്യയിൽ ഏകദേശം 300ഓളം വർഷങ്ങൾക്ക് മുമ്പ് 270ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പോലത്തതായ നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നതായ കുഫ്രിയത്തിനെയും ശിർക്കിനെയും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപെട്ടതായ സന്ദർഭത്തിൽ അവർക്കെതിരിൽ ഇവിടെ ധാരാളം ഇസ്ലാമിന്റെ ശത്രുക്കൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അവരിൽ നിന്ന് തുർക്കികളിൽ നിന്നിട്ട് ശേഷിച്ചവരുണ്ടായിരുന്നു. വിദേശികളിൽ നിന്നിട്ട് ധാരാളം പേരുണ്ടായിരുന്നു. ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും അനാചാരത്തിന്റെ ബേക്കൽ അണിനിരക്കുന്ന വിഭാഗം ധാരാളം പേർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ഓരോ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഭൂമിയിൽ ഫസാദ് വ്യാപകമായി കൊണ്ടേയിരിക്കും. അപ്പോൾ തജ്ദീദ് ചെയ്യാൻ വേണ്ടി ദീനിനെ പുതുക്കാൻ വേണ്ടിയിട്ട് ഓരോ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നേതാക്കളെ മഹാത്മാക്കളെ ജനങ്ങളെ നന്നാക്കി എടുക്കുന്നവരെ ഇവിടെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന നൽകിയതായിരുന്നു. ആ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനും ധാരാളം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ വരെ ഞാൻ ഈയിടെ കേൾക്കാൻ സാധിച്ചു അദ്ദേഹം ഇവിടെ കൊലയും കൊള്ളയും നടത്തിയതായ വ്യക്തിത്വമാണെന്ന് കുപ്രചരണം നടത്തുന്നതായ വിഭാഗത്തെ വരെ ഈ ദിവസങ്ങളിൽ വരേക്കും കേൾക്കാൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് ഇന്ന് മക്ക ഇമാമ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് പറഞ്ഞതാണ് എന്ത്? യക്ദിബുൽ കദിബത തബ്ലുഗുൽ ആഫാഖ്. മനുഷ്യൻ ഒരു കളവ് എവിടെയെങ്കിലും നിന്നിട്ട് പറയും. വാട്സാപ്പിലൂടെയോ ഇന്നത്തെ ഭാഷയിൽ വാട്സാപ്പിലൂടെയോ യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങളിലൂടെയോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇരുന്നിട്ട് പറയും തബ്ലുഗുൽ ആഫാഖ്. ഉടനെ തന്നെ ആ പച്ചക്കള്ളം ലോകവ്യാപകമാവുകയും ചെയ്യും. അങ്ങനെയുള്ള കാലഘട്ടം വരാൻ പോകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതായ കാലഘട്ടത്തിലാണ് നാം. അതുകൊണ്ട് തന്നെ ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ചതുപോലെ ഓരോ കാലഘട്ടത്തിൽ ജീവിച്ചതായ മുജദ്ദിദുകളെയും മഹാത്മാക്കളെയും നേതാക്കളെയും അവരുടെ നന്മ പരിശോധിക്കാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അവരുടെ ഗന്ധം പരിശോധിക്കലാണ്. അവരെഴുതിയതായ വാക്കുകൾ പരിശോധിക്കേണ്ടതാണ്. അവരുടെ നന്മ പരിശോധിക്കാൻ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയിൽ ഇപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി 300ഓളം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായ ഈ ഭരണകൂടത്തെ തന്നെ നോക്കിയാൽ മതി. ഇവിടെ ജനങ്ങൾക്ക് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഹാജിമാർക്ക് വേണ്ടി ചെയ്തതായ നന്മകളും അതുപോലെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദഅവത്തുകളും മക്കയിലും മദീനയിലും മുമ്പുള്ളതായ ഖുറാഫാത്തുകളെയും ബിദ്അത്തുകളെയും അനാചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലെയുള്ള
നേരെയുള്ള രൂപത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ളതായ പരിശ്രമങ്ങളും ഇവിടെയുള്ളതായ ദഅവത്തിലൂടെ നടന്നത് ലോകത്തിന് എതിർക്കാൻ പറ്റാത്തതായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിലുള്ളതായ സമസ്ത നേതാക്കൾ എന്നിട്ട് ഇവിടെ സൗദി അറേബ്യയിൽ പണ്ട് ജീവിച്ചു പോയതായ അസ്ഹരി തങ്ങൾ വരെ എഴുതിയതായ പുസ്തകത്തിൽ വായിക്കാൻ സാധിച്ചു. എന്റെ കൂടെയുണ്ട് പുസ്തകം. അദ്ദേഹം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ദഅവത്തിനെ വളരെ വർണ്ണിക്കുകയും വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വായിക്കാൻ സാധിച്ചു. ഏതായാലും പറഞ്ഞു വരുന്നത് ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ചതിൽ പെട്ടതാണ്. ലോകവ്യാപകമായി കൊണ്ട് ഇരിക്കുന്നു. സത്യം പറയുന്നവർ എവിടെയുണ്ട് അവരെയെല്ലാം തള്ളിപ്പറയുക, അവരെല്ലാം തരം താഴ്ത്തുക. എന്തുകൊണ്ട്? അസത്യം വ്യാപകമാക്കുന്നവരുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തിനെ അടിയറ വരുത്തുവാനും ആ സ്വഭാവത്തെ അങ്ങനെയുള്ളതായ നീക്കങ്ങളെ കണ്ടുകെട്ടി അതിനെ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായി പ്രകടമാക്കി കൊടുക്കുവാനുമുള്ളതായ ബാധ്യത നമ്മുടെ അഥവാ പണ്ഡിതന്മാരുടേതാണ് എന്ന് മക്ക ഇമാം സൂചിപ്പിക്കുകയുണ്ടായി, ഉണർത്തുകയുണ്ടായി. അപ്പോൾ ലോകത്തിലുള്ളതായ പ്രബോധകന്മാര്, പണ്ഡിതന്മാര്, അഗ്രഗണ്യന്മാരായ നമ്മുടെ ധാരാളം പണ്ഡിതന്മാർ ലോകത്തിന്റെ നാനാതുറകളിലുണ്ട്. സൗദി അറേബ്യയിലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവരെയെല്ലാം ആക്ഷേപിക്കപ്പെടുന്നുമുണ്ട്, ശകാരിക്കപ്പെടുന്നുമുണ്ട്, അവരെല്ലാം തരം താഴ്ത്തപ്പെടുന്നുമുണ്ട്. പക്ഷേ അവരൊന്നും മിണ്ടാതിരിക്കരുത്. അവർ സത്യം സത്യം പോലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവരുടെ ജോലിയിൽ അവർ പിന്തിരിഞ്ഞു പോകരുത്, അവർ പിന്നിടരുത്, അവർ മുമ്പിലേക്ക് കുതിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് മക്ക ഇമാം ഉറച്ചു പറയുകയും സൂചിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഏതായാലും ഇന്നത്തെ വിഷയം പറഞ്ഞപ്പോൾ മക്ക ഇമാം ലോക മുസ്ലിങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായ ശൈലി, ബഹുഭൂരിപക്ഷം ഉപയോഗിക്കുന്ന ശൈലി ശരിയല്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ദഅവത്തിന് വേണ്ടി ഉപയോഗപ്രദമാക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അഷ്ഹാദ്. നമ്മുടെ റസൂലുകളെ, നാം അയച്ചതായ മുർസലുകളെ, അതുപോലെ അല്ലാഹുവിനെ കൊണ്ട് ആ മുർസലുകളെ കൊണ്ട് വിശ്വസിച്ചവരെ അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും എന്ന അല്ലാഹുവിന്റെ സത്യവാഗ്ദാനമാണ്. അതുകൊണ്ട് ആ സത്യവാഗ്ദാനം ഇവിടെ പുലർന്നുകൊണ്ടേ ഇരിക്കും. ഒരിക്കലും നാം പിന്നിലായി പോകരുത്, ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. സത്യം ഉയരും, അസത്യം തകരും എന്നത് നാം മനസ്സിലാക്കണം. ജഅൽ ഹഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതുപോലെ മക്കയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹുമായി കടന്നു വന്നപ്പോൾ ആ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ടാണ് കടന്നു വന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അത് തന്നെയാണ് ഇന്ന് മക്ക ഇമാം സൂചിപ്പിച്ചത്. സത്യം സത്യം പോലെ ലോകവ്യാപകമാക്കാൻ വേണ്ടി സത്യത്തിന്റെ ഉടമകൾ മനക്കെടേണ്ടതും പ്രയാസപ്പെടേണ്ടതും രംഗപ്രവേശനം നടത്തേണ്ടതും പിന്നിലാവാതിരിക്കേണ്ടതുമാണ്. അസത്യം എത്രയായിരുന്നാലും അത് മെഹലാൽ അതിനുണ്ടാകും, അഥവാ നാമാവശേഷപ്പെടുകയും ചെയ്യും. എന്നാലും ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ഓരോ കാലഘട്ടങ്ങളിലും. നന്മ പറയുന്നവർക്ക്, സത്യം പറയുന്നവർക്ക്, സത്യത്തിന് വേണ്ടി പടപൊരുതുന്നവർക്ക്, സത്യത്തിന് വേണ്ടി പുസ്തകം എഴുതുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്ക്, പ്രബോധനം ചെയ്യുന്നവർക്ക്, ഇവർക്കെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നുകൊണ്ടേ ഇരിക്കും. അത് ദഅവത്തിന്റെ സ്വഭാവമാണ്, സത്യത്തിന്റെ സ്വഭാവമാണ്. സത്യം സത്യമാണ് എന്നതിലേക്കുള്ള തെളിവും കൂടിയാണ് എന്നതുകൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആധുനിക മാധ്യമങ്ങളെ അനിസ്ലാമിക ശൈലികളിൽ ഉപയോഗിക്കാതിരിക്കുവാൻ വേണ്ടിയും നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വീക്ഷിക്കുന്നുണ്ട്, നമ്മെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റസൂൽ പറഞ്ഞതുപോലെ ഇന്ന അർബർ റിബ ഇസ്തിതാലത്തുർ റജുലി ഫീ ഇർദി അഖീഹിൽ മുസ്ലിം. ഏറ്റവും വലിയ പലിശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റാണല്ലോ, മഹാപാപമാണ്, വന്തോഷങ്ങളിൽ വന്തോഷമാണ്. അങ്ങനെയുള്ള പലിശയിൽ ഏറ്റവും വലിയ പലിശയുടെ കുറ്റമാണ് എന്തിന്? ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുന്നതിന് എന്ന് റസൂലുള്ളാഹി പറയുന്നു. ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെ പിച്ച് ചീന്തുക, അവനെ തരം താഴ്ത്തുക, അവനെ കൊള്ളരുതാത്തവനാക്കി മാറ്റുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഏത് കാലഘട്ടത്തിലും സാധിക്കുന്നതല്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൽ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഇരുന്നു കൊണ്ട് ഒരു മുസ്ലിമിനെ തരം താഴ്ത്തിയാൽ ലോകമാസകലം വ്യാപകമാകുന്നു. ആ തെറ്റ്, ആ കുറവ്, ആ വീഴ്ച എന്നതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യുന്നതായ തെറ്റുകൾക്ക് കട്ടികൂടും, ആ തെറ്റുകളുടെ കുറ്റങ്ങൾക്ക് കട്ടികൂടും അള്ളാഹുവിന്റെ അടുക്കൽ എന്നതുകൂടി ഇത്തരണത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനിൽ പറഞ്ഞതുപോലെ അലം യഅലം അന്നല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ അള്ളാഹു അവനെ കാണുന്നുണ്ട് എന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിൽ നാം മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹു സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ ഭാഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ നീ എന്തെങ്കിലും ഒരു വാക്ക് സംസാരിക്കുന്ന വേളയിൽ ആ സംസാരിക്കുന്ന വാക്ക് അള്ളാഹു കാണാതെ കേൾക്കാതെ സംസാരിക്കാൻ സാധിക്കുന്നതല്ല. അള്ളാഹുവിന്റെ പ്രതിനിധിയായ, അള്ളാഹു നമ്മളിൽ നിയോഗിച്ചതായ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, മഹാത്മാക്കളായ നേതാക്കളായ നമ്മുടെ ആ മലക്കുകൾ കാണാതെയും അറിയാതെയും കുറിക്കാതെയും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതല്ല എന്ന് റബ്ബുൽ ഇസ്സത്തി ജല്ല
ജല്ല ജലാലു ഖുർആനിൽ സൂചിപ്പിച്ചത് ഇവിടെ സ്മരണീയമാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കഴിഞ്ഞ ആഴ്ച വരെ ഓതിയതായ ആയത്താണ്. നമ്മുടെ കാതിനെ കുറിച്ച്, നമ്മുടെ നാവിനെ കുറിച്ച്, നമ്മുടെ ഹൃദയത്തെക്കുറിച്ച്, നമ്മുടെ കണ്ണിനെ കുറിച്ച്, നമ്മുടെ ഓരോ അവയവത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നത് നമുക്കറിയാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്നത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ മുമ്പിലുള്ളതായ ആ മൊബൈൽ നാം തുറക്കുന്ന വേളയിൽ, ആ മൊബൈലിൽ കൂടി നാം എഴുതുന്ന വേളയിൽ, ആ മൊബൈലിൽ കൂടി നാം സംസാരിക്കുന്ന വേളയിൽ, നാം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചിന്തിക്കണം ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണ് എന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖുൽ ഖൈറ, അവൻ പറയുന്നുണ്ടെങ്കിൽ നന്മ പറയട്ടെ, ഔ ലിയസ്മുത്, അവൻ മൗനം ദീക്ഷിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. നാം സംസാരിക്കുന്ന വേളയിൽ ഇതെല്ലാം പരലോകത്തിൽ നമുക്ക് എതിർ സാക്ഷിയായി വരും. ഈ ആധുനിക മാധ്യമങ്ങളൊക്കെ നമുക്ക് എതിരിൽ സാക്ഷിയായി വരും. പരലോകത്തിൽ അള്ളാഹുവിന് മറുപടി പറയേണ്ടി വരും. അള്ളാഹു നമ്മളോട് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചോദിക്കുമെന്നത് വളരെ ക്ലിയറായ ഭാഷയിൽ, ക്ലിയറായ ശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ തകൂനു ഫീ ശൈഇൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമലിൻ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി എന്ന് ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതാണ്. നീ ഇവിടെ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ, ഒരു ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ ഓതുകയാണെങ്കിൽ, വല്ലതും ചെയ്യുകയാണെങ്കിൽ, വല്ലതും പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിൽ നീ മുഴുകുന്ന സന്ദർഭത്തിൽ, നീ ചെയ്യുന്നതായ സർവ്വതിലും നീ മുഴുകുന്ന സന്ദർഭത്തിൽ അല്ലാഹു നിന്നെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദാ. സുബ്ഹാനല്ലാഹ്, ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദാ, നാം സാക്ഷികളാണ്, നാം കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് തുഫീദൂന ഫീ, ആ കാര്യങ്ങളിൽ നീ മുഴുകുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവരെ തെറി പറയുന്ന, മറ്റുള്ളവരെ തരം താഴ്ത്തുന്ന, ഇസ്ലാമിന് വേണ്ടി പാടുപെട്ട, ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെട്ട, ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിയ, പുസ്തകങ്ങൾ എഴുതിയ, യുദ്ധങ്ങൾ ചെയ്ത എത്രയോ മഹാത്മാക്കളെ ഒരു വിലയും നിലയുമില്ലാതെ തരം താഴ്ത്തുന്ന വിഭാഗം, തരം താഴ്ത്തുന്ന സന്ദർഭത്തിൽ അള്ളാഹ് പറയുന്നു നാം കൃത്യമായത്, നാം അതിന് ഷാഹിദാണ്, നാം അത് കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇല്ലാ കുന്ന അലൈക്കും ഷുഹൂദാ ഇദ് തുഫീദൂന ഫീഹി വമാ യഅസുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമായി വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. നീ ചെയ്യുന്ന ചെറുതോ വലുതോ, അണുവിന്റെ അത്രയോ അതിൽ കുറഞ്ഞതോ ആയ വല്ലതും നീ ഇവിടെ കാട്ടുന്നുണ്ടെങ്കിൽ അണുവിനേക്കാളും കുറഞ്ഞത്, മനസ്സിലായില്ല? വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബർ, ചെറുതോ വലുതോ, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, അല്ലാഹുവിന്റെ മുബീനായ കിതാബിൽ സ്ഥിരീകരിക്കപ്പെട്ടതായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ സാധിക്കുന്നതല്ല. അതൊക്കെ പരലോകത്ത് ചോദിക്കപ്പെടും. അതുകൊണ്ട് സത്യവിശ്വാസി അവൻ ചെയ്തതായ അമലുകളെ സംരക്ഷിക്കാൻ, അവൻ ചെയ്ത നിസ്കാരത്തെ, നോമ്പിനെ സംരക്ഷിക്കാൻ, അവൻ ചെയ്തതായ സദഖയെ സംരക്ഷിക്കാൻ അവന്റെ നാവിനെ അവൻ സംരക്ഷിക്കണം. അവൻ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നത് ആക്ഷേപിക്കരുത്, പ്രബോധകന്മാരെ ചീത്ത പറയുന്നത് ആക്ഷേപിക്കരുത്. ഇസ്ലാമിന് വേണ്ടി പാടുപെട്ട, തൗഹീദിന് വേണ്ടി പടപൊരുതിയ, തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെട്ട നമ്മുടെ നേതാക്കളെ നാം തരം താഴ്ത്തരുത്. അള്ളാഹു നമ്മെ ശിക്ഷിച്ചതായ ലക്ഷ്യത്തിന് വേണ്ടി ജീവിച്ചവരാണ് അവര്. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട റബ്ബാനിയങ്ങളായ ദാസന്മാരാണ് അവര്. അവരെ തൊട്ട് കളിക്കരുത് എന്നതാണ് ഇന്ന് മക്ക ഇമാം സംസാരിച്ചതായ, അബ്ദുറഹ്മാൻ സുദൈ സംസാരിച്ചതായ നീണ്ട പ്രസംഗത്തിന്റെ രത്നച്ചുരുക്കം. ഇന്ന് മദീനയിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈറ്റ് സംസാരിച്ചത് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജ്റയുമായി കടന്നു വന്ന സന്ദർഭത്തിൽ പറഞ്ഞതായ ചില ഹദീസിനെ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു. അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഉഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപകമാക്കുക. വാതിഉമുത് തആം, നിങ്ങൾ ജനങ്ങൾക്ക് കഴിവില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക. വസലുൽ അർഹാം, നിങ്ങൾ ചാർച്ചബന്ധത്തെ ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാം, നിങ്ങൾ രാത്രി നമസ്കരിക്കുക, ജനങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ. തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് രക്ഷയോടുകൂടി രക്ഷയുടെ വീടാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കാം. ആ രമ്യഹർമ്മ്യത്തിലേക്ക് കടന്നു ചെല്ലാം. അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തിൽ സ്വർഗ്ഗവാസികളായി മാറാം. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നതായ സന്ദർഭത്തിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മദീന ഇമാമ് ആ പറഞ്ഞതായ കാര്യങ്ങളെ എണ്ണിയിട്ട് ഒന്നൊന്നായിട്ട് ശറഹ് ചെയ്യുകയുണ്ടായി. അതിൽ ഉഫ്ശുസ്സലാം എന്ന സലാം പറയുക, അത് ജനങ്ങളുടെ ഇടയിൽ മഹബത്ത് ഉണ്ടാക്കാനുള്ളതായ മാധ്യമമാണ്. ജനങ്ങൾ നമ്മെ സ്നേഹിക്കും, നമുക്ക് ജനങ്ങളെ സ്നേഹിക്കാൻ സാധിക്കും, ജനങ്ങൾ നമ്മെ ഇഷ്ടപ്പെടും. നാം സലാം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം അറിവില്ലാത്തവനായതുകൊണ്ട് ചിലപ്പോൾ കൂട്ടാക്കിയില്ല എന്ന് വരും. നാം തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളോട് അടുത്ത് വരും. നമുക്ക് പിന്നെ നാം ദായിയാണെങ്കിൽ
പ്രത്യേകിച്ച് ദഅവത്ത് നടത്താൻ വാതിൽ തുറന്നു കിട്ടും. ആൾക്കാരെ നന്നാക്കാൻ, ആൾക്കാരെ ജനങ്ങളുടെ ഇടയിൽ നല്ല വ്യക്തിയാണെന്ന് ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ലഭിക്കും, സ്റ്റാൻഡേർഡ് ഉള്ളവരായി മാറും. അങ്ങനെയുള്ള പല പ്രത്യേകത സലാമിലൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് പരിചയമുള്ള ആളോടും പരിചയമില്ലാത്ത ആളോടും നീ സലാം പറയുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഈ സലാം ഒരു മഹാ നേട്ടമാണ്, മഹാഭാഗ്യമാണ് മുസ്ലിങ്ങൾക്ക് അള്ളാഹു നൽകിയതായ തഹിയ്യത്ത്. ആ തഹിയ്യത്ത്, ഇസ്ലാം നൽകുന്നതായ തഹിയ്യത്ത്, ആ സമ്മാനത്തിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുന്നു. മുജ്തമഅന്റെ ഇടയിൽ, മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ, സ്നേഹമുണ്ടാക്കാൻ, മവദ്ദത്തുണ്ടാക്കാൻ, മഹബത്തുണ്ടാക്കാൻ അത് സാധിക്കുന്നു എന്ന് മദീന ഇമാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ അത്ഇമുത് തആം, നീ ഭക്ഷണം നൽകുക എന്നതായ വാക്ക്, അതേ ഭക്ഷണം നൽകുക എന്നത് അത് വളരെ അനിവാര്യമായ, ജനങ്ങളെ സഹായിക്കുക എന്നത് വളരെ കൂലി കിട്ടുന്നത് പരലോകത്തിൽ. അതിനു പുറമെ ഇവിടെ തന്നെ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രയാസത്തെ നീക്കി കൊടുക്കുവാനും അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാക്കിയെടുക്കുവാനും നമുക്ക് അവരോട് ഇഷ്ടമുണ്ട് എന്നത് കാണിച്ചു കൊടുക്കുവാനും, നാം സമ്പത്തുള്ളവരാണെങ്കിൽ നാം സമ്പത്തില്ലാത്തവർ ജീവിക്കുന്ന രീതിയെ മനസ്സിലാക്കി അവർക്ക് വേണ്ടതായ സഹായങ്ങളും ഒത്താശകൾ ചെയ്തു കൊടുക്കുവാനും സാധിക്കുക എന്നതൊരു മഹാനേട്ടമാണ്, മഹാഭാഗ്യമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രേരിപ്പിച്ചതായ ഭാഗമാണ്. അതിൽ നാം ചെയ്യുന്നതായ ഹദിയ പെടും, അഥവാ നാം സമ്മാനമായിട്ട് കൊടുക്കുന്നതായ ഭക്ഷണങ്ങൾ പെടും. അതുപോലെ തന്നെ സദഖയും പെടും. അതുപോലെ തന്നെ നാം അവർക്ക് വിരുന്നൂട്ടുകയാണെങ്കിൽ അതും അതിന്റെ അകത്ത് ഉൾക്കൊള്ളും. അപ്രകാരം തന്നെ അവശരായ, കഴിവില്ലാത്തവരായ ഫഖീറമാർക്ക്, മിസ്കീന്മാർക്ക് ഭക്ഷണം നൽകുന്നതായ ഭക്ഷണവും അതിന്റെ അകത്ത് പെടും. ഈ ഇനങ്ങളെല്ലാം റസൂലുള്ളാഹി പറഞ്ഞതായ അത്ഇമുത് തആം എന്ന് പറഞ്ഞതായ ആ വാക്കിൽ ഉൾക്കൊള്ളുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന സന്ദർഭത്തിൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണമെന്നത് മദീന ഇമാം ഊന്നി പറയുകയുണ്ടായി. ഇങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ നമുക്ക് നാട്ടിൽ പ്രയാസമുണ്ടെങ്കിൽ, നാട്ടിൽ പട്ടിണി കിടക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ പട്ടിണിയിൽ നിന്നിട്ട് അവരെ മോചിപ്പിക്കാൻ നമുക്ക് അതിലൂടെ സാധിക്കുകയും ചെയ്യും. അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന സന്ദർഭത്തിൽ പറയുന്നതായ ഈ സ്വർണം പോലോത്ത, മുത്തു പോലോത്തതായ, പവിഴം പോലോത്തതായ ആ ഹിക്മത്ത്, ആ ഉപദേശം അത് ജനങ്ങൾക്ക് നല്ല ഫലപ്രദമായതാക്കി മാറ്റാൻ ഏതാനും ചില വർഷങ്ങളിലൂടെ, 10 വർഷവും 2-3 മാസങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് വളരെ കടുകട്ടിയുള്ളതായ, ശക്തിയുള്ളതായ ഒരു മഹാസമൂഹത്തെ ഇവിടെ വാർത്തെടുക്കുവാനും ആ സമൂഹം അങ്ങുമിങ്ങും ഐക്യത്തോടു കൂടി ജീവിക്കുന്ന, അങ്ങുമിങ്ങും തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി, ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്ന, 5 വക്ത് സംസ്കാരം നിലനിർത്തുന്ന, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുന്ന, ധർമ്മം ചെയ്യുന്ന നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏതാനും വർഷങ്ങളിലൂടെ സാധിച്ചു. ഇങ്ങനെയുള്ള ഉപദേശങ്ങളിലൂടെ ആരംഭിച്ചതായ ദഅവത്തായിരുന്നു അത്. അതിനുള്ളതായ കാരണം റസൂലുള്ളാഹി തുടരുകയാണ്, വസ്ലുൽ അർഹാം, ചാർച്ചബന്ധം ചേർക്കണം. ഈ ചാർച്ചബന്ധം എന്നത് വളരെ മുഖ്യമാണ്. ആ ചാർച്ചബന്ധം ചേർക്കുക എന്നതിൽ നാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പലരും വളരെ പിന്നിലാണ്. ഒരു കെട്ടിടത്തിൽ വരെ താമസിക്കുന്നവർ പരസ്പരം കുടുംബക്കാരുണ്ടെങ്കിൽ അങ്ങും ഇങ്ങും സന്ദർശിക്കുന്നില്ല, ബന്ധമില്ല എന്ന് വരെ കേൾക്കാൻ സാധിച്ചു. അതൊക്കെ മഹാ അപകടമാണ്, മഹാ തെറ്റാണെന്ന് മാത്രമല്ല ഖുർആനിൽ വളരെ ശക്തിയായ ശൈലിയിലും ഭാഷയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചതായ ഒരു മഹാപാപമാണ് ചാർച്ചബന്ധം മുറിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിശുദ്ധ മദീനയിലേക്ക് ഖുബായിൽ കൂടി കടന്നു വന്നപ്പോൾ പറഞ്ഞതായ ഉപദേശത്തിൽപ്പെട്ടതായിരുന്നു വസ്ലുൽ അർഹാം, നിങ്ങൾ ചാർച്ചബന്ധം ചേർക്കുകയും വേണം. നിങ്ങൾ ചാർച്ചബന്ധം ചേർക്കുന്നതായ സന്ദർഭത്തിൽ പരിഗണിക്കേണ്ടത് നമുക്കറിയാവുന്നതുപോലെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ആദ്യം മാതാപിതാക്കളെയാണ്, പിന്നെ മാതാപിതാക്കളിൽ കൂടി വരുന്നവരായ, മാതാക്കളിൽ കൂടി വരുന്ന, പിതാക്കളിൽ കൂടി വരുന്നതായ എന്തെല്ലാം ബന്ധങ്ങളുണ്ടോ ആ ബന്ധമുള്ളവരെയെല്ലാം നാം അവരുമായി ചാർച്ചബന്ധം ചേർക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നേർക്കുനേരെ സന്ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ധാരാളം മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവരോട് സഹകരിക്കുവാനും, അവരോട് സംസാരിക്കുവാനും, അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തുവാനും, അവരോട് ബന്ധം പുലർത്തുവാനും സാധിക്കുന്നതായ അള്ളാഹു ചെയ്തതായ വിശാലമായ ഒരു അനുഗ്രഹത്തിന്റെ ലോകത്തിലാണ്, യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഈ വസ്ലുൽ അർഹാം എന്ന കൽപ്പന നാമും ഫിറ്റാക്കാൻ വേണ്ടി മുന്നോട്ട് വരേണ്ടതും അതിനുവേണ്ടി പാടുപെടേണ്ടതും ആണ്. അതിൽ പെട്ടതാണ് അവരിൽ നിന്നിട്ട് കഴിവില്ലാത്തവരെ സഹായിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് തങ്ങളോട് അവർ ചോദിക്കുന്നു. ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈറിൻ ഫലിൽ വാലിദൈനി വൽ അഖറബീന വൽ യതാമ വൽ മസാകീൻ വബിനിസ് സബീലി വമാ തഫ്അലൂ മിൻ ഖൈറിൻ ഫഇന്നല്ലാഹ ബിഹി അലീം എന്ന് പറയുകയുണ്ടായി. എന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചെലവഴിക്കുന്നതായ ഖൈറായ നന്മ
നന്മയുടെ രൂപങ്ങൾ അത് മാതാപിതാക്കൾക്ക് വേണ്ടി, കൂട്ടുകുടുംബക്കാർക്ക് വേണ്ടി, യതീം അനാഥ മക്കൾക്ക് വേണ്ടി, അനാഥ കുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ മിസ്കീന്മാർക്ക് വേണ്ടി, ഇബ്നു സബീൽ യാത്രക്കാർക്ക് വേണ്ടി, അഥവാ യാത്രയിൽ ബുദ്ധിമുട്ടിയവരുണ്ടെങ്കിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയുണ്ടായി, വമാ തഫ്അലു മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നീ എന്ത് ഖൈർ ചെയ്യുകയാണെങ്കിൽ, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏത് ഖൈർ ചെയ്യുകയാണെങ്കിൽ, ഏത് നന്മ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന്റെ തക്കതായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും എന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ആയത്ത് സമാപിച്ചത് എന്നത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് സിലത്തുർ റഹ്മി എന്ന ആ ചാർച്ച ബന്ധം ചേർക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതായ അമലാണ് എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം പറഞ്ഞതായ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന തത്വങ്ങളാണ് ഇന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന രൂപത്തിൽ റസൂലുള്ളാഹി തുടങ്ങി വെച്ചതായ ആ ഉപദേശങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ കാണുന്നവരോടൊക്കെ സലാം പറയുകയും അഥവാ മഹബ്ബത്ത് ഉണ്ടാക്കി വളർത്തിയെടുക്കുകയും സഹോദരന്മാരായി ജീവിക്കുകയും വേണം എന്നർത്ഥം. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്യുകയും ചാർച്ച ബന്ധങ്ങൾ ചേർക്കുകയും ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല. അള്ളാഹുവിനോടുള്ളതായ ബന്ധത്തിൽ നിങ്ങൾ വീഴ്ച വരുത്താൻ പാടില്ല. നിങ്ങൾക്ക് നിർബന്ധമായ നമസ്കാരങ്ങൾ നിങ്ങൾ നമസ്കരിക്കുന്നതോടൊപ്പം റസൂലുള്ളാഹി തുടരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. നിങ്ങൾ രാത്രിയിൽ കൂടി നമസ്കരിക്കണം. രാത്രിയിൽ നമസ്കരിക്കുക എന്നത് പലരും ചെയ്യാത്തതായ ഒരു ജോലിയാണ്, പലർക്കും ചെയ്യാൻ സാധിക്കാത്തതായ ഒരു ജോലിയാണ്. ഇത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ട് തന്നെ അള്ളാഹു ഖുർആനിലും വളരെ ഊന്നിപ്പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ദിവസത്തിൽ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ ഊന്നിപ്പറയുകയും ചെയ്തു, സല്ലൂ ബില്ലൈൽ, നിങ്ങൾ രാത്രി നമസ്കരിക്കുക, വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അള്ളാഹു ഖുർആനിൽ പറയുന്ന ശൈലി നിങ്ങൾക്ക് ഞാൻ തന്നെ പലപ്പോഴും കേൾപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം അവസാനിച്ചു വരികയാണ്. വളരെ നീണ്ട പ്രസംഗമാണ്, എങ്കിലും അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നിങ്ങൾ ഞാൻ കേൾപ്പിക്കുന്നത്. തത്ജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ കടപ്പറയിൽ നിന്നിട്ട് അവരുടെ ശരീരത്തെ ദൂരപ്പെടുത്തുന്നു, അവരുടെ സൈഡിനെ ദൂരപ്പെടുത്തുന്നു, അവരുടെ ബെഡിൽ നിന്നിട്ട് എവിടേക്ക്? യദ്ഊന റബ്ബഹും, അവരുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി രാത്രി വേളയിൽ. ഖൗഫൻ വതമഅൻ, റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും റബ്ബിന്റെ അനുഗ്രഹത്തെ കാംക്ഷിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതോടൊപ്പം നാം അവർക്ക് ചെയ്തതായ ആ വിശാലമായ അനുഗ്രഹമാകുന്ന റിസ്ഖിൽ നിന്നിട്ട്, സമ്പത്തിൽ നിന്നിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ കുറിച്ച് അല്ലാഹു തുടരുകയാണ്. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നന്മകൾ ചെയ്തതായ ഈ മഹാത്മാക്കൾക്ക് വേണ്ടി അല്ലാഹു ഒളിപ്പിച്ചു വെച്ച, മറച്ചു വെച്ച, ആ പരലോകത്തിലേക്ക് സൂക്ഷിച്ചു വെച്ചതായ ആ അവർ കൺകുളിർക്കാൻ മാത്രമുള്ളതായ ആ സ്വർഗലോകം, ആ അനുഗ്രഹങ്ങൾ, അത് ഫലാ തഅലമു നഫ്സുൻ, ഇവിടെ നിന്ന് ആർക്കും കോലപ്പെടുത്താൻ തന്നെ സാധിക്കുന്നതല്ല, അറിയാൻ വരെ സാധിക്കുന്നതല്ല. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വലാ ഉദുനുൻ സമീഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യ ഹൃദയത്തിൽ ഉദിക്കാത്തതുമായ നന്മയാണ് പരലോകത്തിൽ ലഭിക്കാൻ പോകുന്നത് എന്ന് റസൂൽ പറഞ്ഞതുപോലെ അല്ലാഹു ഇവിടെ ഈ ആയത്തിൽ പറയുകയാണ്, ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, അവർക്ക് കൺകുളിർക്കാൻ മാത്രമുള്ളതായ ആ അല്ലാഹു വിശാലമായി ഒളിപ്പിച്ചു വെച്ച, മറച്ചു വെച്ചതായ അനുഗ്രഹം ഇവിടെ ലോകത്തൊരു മനുഷ്യനും കോലപ്പെടുത്താൻ പറ്റുന്നതേ അല്ല. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്നതായ ആ വിശാലമായ ആ അമലിലൂടെ, ആ ആത്മാർത്ഥമായി അവർ ചെയ്തു കൂട്ടിയതായ അമലിലൂടെ, അതേത് അമലാണ്? രാത്രി ഹയാത്താക്കുക എന്നതായ, തഹജ്ജുദ് നമസ്കരിക്കുക എന്നതായ, വിത്ർ നമസ്കരിക്കുക എന്നതായ ആ അമലിലേക്കാണ് സൂചന. അപ്രകാരം തന്നെ കഴിവില്ലാത്തവരെ സഹായിക്കുക എന്നതായ അമലിലേക്കാണ് സൂചന. അങ്ങനെയുള്ളതായ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തി പുകഴ്ത്തി പറഞ്ഞതിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ പറഞ്ഞതായ 4 കാര്യത്തിൽ ഉഫ്ശുസ്സലാം, അത്ഇമുത് തആം, വസലുൽ അർഹാം, വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം. പണ്ഡിതന്മാർ പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അത്ഫിന്റെ വാവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിച്ചത്. അഥവാ ഈ 4 ചെയ്താലാണ് തദ്ഖുലുൽ ജന്നത ബിസലാം, നിങ്ങൾക്ക് രക്ഷയോടുകൂടി സ്വർഗലോകത്തിലേക്ക്, രക്ഷ എന്ന് തന്നെ പേര് അല്ലാഹു വെച്ചതായ സ്വർഗലോകത്തിലേക്ക്
അതിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ അമലുകൾ റസൂൽ സൂചിപ്പിച്ച ഈ അമലുകളെല്ലാം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഭാഗ്യം കിട്ടുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. നാം ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കട്ടെ. വല്ല വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നിട്ട് കടമുള്ളവരുടെ കടങ്ങൾ വീട്ടട്ടെ. ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ. സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. അതുപോലെ എന്തെല്ലാം പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആരെല്ലാം നമ്മളോട് ആവശ്യപ്പെട്ടവരുണ്ടോ അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങളെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈ വിശുദ്ധ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വിശുദ്ധ മദീനയിലേക്കും മക്കയിലേക്കും വരുവാനും സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുമുള്ള തൗഫീഖും ദീർഘായുസ്സും ആരോഗ്യവും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.